ഞാൻ ഇതൊന്നും പുറത്തെടുക്കാറില്ല. ഹലോ കിഡ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ചായിട്ട് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ തോന്നുന്നു ഞാൻ ലാസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ വേറെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. കാരണം മറ്റൊന്നല്ല, അവർ തന്നെയാണ് ഒരു വയസ്സ് കഴിഞ്ഞ ഉടനെ നടക്കാനും ഓടാനും ചാടാനും അറിയാനും ഒക്കെ തുടങ്ങിയിരിക്കണം. അപ്പം എന്ന് വെച്ചാൽ അവരെ പുറകിൽ നിന്ന് മാറി നിന്ന് ഒരു വീഡിയോ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഉള്ള ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ പിന്നീട് ചെയ്യാം, ആദ്യം അവരെ കാര്യം വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനുള്ള കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യണത്. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഇന്നത്തേക്ക് 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് വലിയൊരു എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് തികക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുമ്പം എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്കാണ് ഇപ്പം 15K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. എനിക്കറിയാം ഞാൻ കൂടുതലായിട്ടൊന്നും എൻ്റെ ചാനലിൽ ചെയ്യുന്നില്ല. എൻ്റെ കുട്ടികളുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കണു, അതേപോലെ പോസ്റ്റ് ചെയ്യണം, അത്രേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 1000 സബ്സ്ക്രൈബേഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച എനിക്കാണ് ഇപ്പോൾ 15K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത് കേട്ടോ. അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഞാൻ സമ്മതിക്കൂല വീഡിയോ എടുക്കാൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണം തന്നെ എൻ്റെ മക്കളാണ് കേട്ടോ. എൻ്റെ മക്കളുടെ ഓരോ വളർച്ചയും അവരുടെ കളിയും ചിരിയും കുസൃതിയും തമാശയും ഒക്കെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ എല്ലാവരും പുറത്തുള്ള ആൾക്കാരും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ചാനലാണ് കേട്ടോ ഇത്. ശരിക്കും ഞാനല്ല ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ കസിൻ സിസ്റ്റർ ശ്രീനിമയാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവരെ ഓരോ കാര്യങ്ങൾ കാണിക്കണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരും കൂടി സമ്മതിച്ചു തരണ്ടേ രണ്ടാളും. എങ്ങനെയും എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ഹായ് പറഞ്ഞേ, ഒരു താറ്റ പറഞ്ഞുണ്ടോ, ഒരു താറ്റ പറഞ്ഞേ, ഒരു ഫ്ലൈങ് കിസ് കൊടുക്കപ്പാ, ഒരു ഫ്ലൈങ് കിസ്. ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. ഉറക്കത്തുനിന്ന് എണീച്ചോണ്ടാട്ടോ, അല്ലെ ഫ്ലൈങ് കിസ് ഒക്കെ തരും അല്ല. വാ, രാവിലെ എഴുന്നേറ്റ് രാത്രിക്ക് ഇവരെ ഒന്ന് ഉറക്കും വരെ ഞാനും എൻ്റെ അമ്മയും ഫുൾ ബിസിയാണ്. ശരിക്കും പറഞ്ഞാൽ എയറിലാണ് നമ്മൾ തന്നെ പറയാട്ടോ. കാരണം ഇവരെ കുരുത്തക്കെടിപ്പം സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. പറയുന്നതിന് എന്തില്ലേ, ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊന്നും അല്ല കേട്ടാ. ചെറിയ കുസൃതിയെല്ലാം ഞാൻ ഷോർട്സ് ആക്കി എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. മക്കളെ കാണാൻ തോന്നണ്ടേ, വീട്ടിലേക്ക് വന്നാൽ കാണാൻ പറ്റുമോ, എന്ത് ക്യൂട്ടാണ്, എന്ത് സുന്ദരിയാണ്, അങ്ങനെ ഒരുപാട് ഓരോ കമന്റ്സ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനില്ല, ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രക്കും സന്തോഷവതിയാണ് ഞാൻ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ എന്റെ മൈക്കിന്റെ കാര്യത്തിലും സ്റ്റാൻഡിന്റെ കാര്യത്തിലൊക്കെ എന്തായാലും ഇവരൊരു തീരുമാനമാക്കും. ഞാൻ ഇതൊന്നും പുറത്തെടുക്കാറില്ല. കണ്ട, ഇതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും തല്ലു കൊടുക്കാനും കടിക്കാനും ഒക്കെ തുടങ്ങി. ഈ കുഞ്ചുറു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടു അടിക്കും വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ദേഷ്യം തീർക്കല് ഇവളുടെ ദേഹത്ത് വന്നിട്ട് കടിച്ചിട്ടാണ് കേട്ടോ. നല്ലോണം കടിക്കും, ഇവളാണെ തിരിച്ച് മാന്തും. ഉണ്ട് ഒരു പാട്ട് പാടി കൊടുക്കോ? പാട്ടൊക്കെ പാടി തരും കേട്ടോ, മൂളിപ്പാട്ടൊക്കെ പാടും. പക്ഷെ ഇപ്പൊ ആ മൈക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്താ ഒരു പാട്ടോടെ ഇവരെ കളിയും ചിരിയും കുസൃതികളൊക്കെ കാണാനും പുറത്ത് ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? അതേപോലെ തന്നെ പോസിറ്റീവ് കമന്റ്സ് പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും വരാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലെടുത്ത് വെച്ചിട്ട് നടന്നാൽ അതിനെ നേരം. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ലല്ലോ, നെഗറ്റീവ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് ഇങ്ങനെ പോണു. സങ്കടവും കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് ഒരു താങ്ക്സ് ആണ് എല്ലാവരുടെ അടുത്തും. കാരണം എനിക്കൊരിക്കലും നിങ്ങളുടെയും സപ്പോർട്ട് ഇല്ലാണ്ട്
ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര പോരെയെങ്കിലും ഇത്ര പോരെ, ഇതിനപ്പുറത്തേക്കും ഒരുപാടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയെങ്കിലും ഇത്ര എനിക്ക് എത്താൻ പറ്റിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിലുള്ള സപ്പോർട്ട് കൊണ്ടും മാത്രമാണ്. അപ്പം ആദ്യം തന്നെ അതിന് എല്ലാവരുടെ അടുത്തും നന്ദി പറയാണ്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനിപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കണേ. ഇവരെ എണീറ്റതുകൊണ്ട് തന്നെ ഇവരെ ശ്രദ്ധിക്കണോ വീഡിയോയിൽ ശ്രദ്ധിക്കണോ എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഏതായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോയി, അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ്. രണ്ടാളും കുരുത്തക്കേടാണ് കേട്ടോ. ഇവിടെ കാണുന്നില്ലേ കസേര, ഒരാള് കസേരയുടെ ഇടയിൽ കയറി ഇരിക്കാണ്, അപ്പൊ മറ്റേ ആള് അപ്പുറത്തുനിന്ന് കസേര ഉന്തുവാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഈ കസേരയുടെ ബേക്കിലാ രണ്ടാളും ഉള്ളത്. ഇത്രയും നേരം കുഞ്ചു മാത്രമായിരുന്നു കസേരയുടെ ബേക്കിൽ ഉണ്ടായിരുന്നത്, മറ്റേ ആള് അപ്പുറത്തെ പിടിച്ചിട്ട് ചെയർ ഇങ്ങോട്ട് തള്ളുമായിരുന്നു. ഇതാ പരിപാടി, ഇന്ത്യ കൊണ്ടുപോകും. ശരിക്കും 15K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തില് എല്ലാവരുടെ അടുത്തും നന്ദി പറയാന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാട്ടോ. പക്ഷെ ഇവർ ഇറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ടോപ്പിക്കൊക്കെ മാറിപ്പോയി. വിഷയം കംപ്ലീറ്റ് ഇവരായി. ഒരാൾ എന്റെ മടിയിൽ താഴെ ചെയ്യുമ്പോൾ മറ്റേ ആൾ എന്തായാലും കയറി വിളിച്ചു. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ എനിക്കിവിടെ അച്ഛനും അമ്മയും ഞാനും ഉണ്ട്, പക്ഷെ അച്ഛൻ എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഇവരെ മാനേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുവേ, 3ഉം 4ഉം കുട്ടികളൊക്കെ ഒരു പ്രസവത്തില് ഉണ്ടാവുന്ന അമ്മമാരൊക്കെ അവരുടെയൊക്കെ അവസ്ഥയെ. തലയൊക്കെ മുട്ടുന്ന പുറകില് എന്തോ എന്തോ എല്ലാരും അച്ഛന്നാണ് കേട്ടോ വിളിക്കല്, എല്ലാരും അച്ഛന്നാ വിളിക്കല്, എന്നെ മാത്രല്ല അമ്മേന്ന് വിളിക്കും ഇടയ്ക്ക്. ഒച്ച വെക്കല്ല, എന്തൊരു ഒച്ചയാന്നേ. കുഞ്ചുറു ഉണ്ടോ, ഒരു ഉമ്മ, ഒരു ഉമ്മയും കൊടുത്തേ, ഒരുമ്മ കൊടുക്കുവാ ഉമ്മ. ആ ഉണ്ട്, സുമ്മയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. എന്നാന്നേ, എന്നാ എന്നാ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ കുഞ്ചുറു. ഉമ്മ ഉമ്മ. നമുക്കിവിടെ സമയം പോകാൻ മറ്റൊന്നും വേണ്ട കേട്ടാ. സമയം പോകുന്നില്ല എന്നുള്ള ഒരു വിഷയം നമുക്കില്ല. ശരിക്കും സമയമില്ല നമുക്ക്, ശരിക്കും പറഞ്ഞാല് അതാണ് മെയിൻ പ്രശ്നം. ഇത് അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനെ പോയി വിളിക്കുക രണ്ടാളും. കണ്ട ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് ഈ കുഞ്ചുറു വെറും പോകില്ല കേട്ടോ. അതെന്റെ മുടി പിടിച്ച് വിളിക്കുന്നുണ്ട്, എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. ഉണ്ടുവാണെങ്കിൽ ഞാനൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇവക്ക് ഒരു പേടിയില്ല ഭയവും ഇല്ല ഒന്നുമില്ല, ഒരു കാര്യത്തിലുമില്ല, ആരെയും പേടിയില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ കേട്ടോ. എനിക്ക് എന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ, ലോങ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത. ഇവരെന്നെ ഒന്നിനും സമ്മതിക്കില്ല. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡൗട്ടായിരിക്കും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടി തുടങ്ങിയോ എന്നുള്ളത്. എനിക്ക് ഇൻകം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ ചാനൽ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞ് 3 മാസം ആകുമ്പോഴത്തേനും എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ക്രൈറ്റീരിയയും കൂടെ ബാക്കിയുണ്ട്, അതെനിക്ക് കംപ്ലീറ്റ് ആവണത്ര. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടി തുടങ്ങുള്ളൂ. എനിക്ക് ഇതുവരെയായിട്ട് ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല. ഇൻകം എന്നതിലുപരി ഇത്രയെങ്കിലും എത്താൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ പിന്നീടല്ലേ. എന്തായാലും ഇത്രയും എത്താൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അത് നിങ്ങളൊക്കെ കാരണമാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ നന്ദി പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം അച്ഛൻ്റെ അടുത്താണ് അവർ രണ്ടാളും ഉള്ളത്. രണ്ടാളും കച്ചറയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരാൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.